ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 3-ാം സ്കന്ധം 8-ാം അധ്യായം. ഭഗവത് സ്വരൂപ നിരൂപണം. മൈത്രേയൻ പറഞ്ഞു: ഹാ ധന്യം ഈ പൂരുകുലം പിറന്നുവല്ലോ മഹാഭാഗവതൻ കൃതാന്തൻ. അടിക്കടി ശ്രീഹരികീർത്തി പാടിപ്പുതുക്കുവൻ നിൻ വടിവിങ്കലേവം. ക്ഷുദ്രം സുഖത്തിനഴലെന്നുമെന്നും തിന്നുന്ന മർത്യൻ്റെ ശുഭത്തിനായി ഞാൻ ഋഷീന്ദ്രരോട് ഭഗവാനുരച്ച പുരാണമാം ഭാഗവതം കഥിപ്പൻ. രസാതലത്തിങ്കൽ വസിക്കും ആദിശേഷൻ മഹാജ്ഞാനിയുടന്നൊരിക്കൽ സനൽകുമാരാദിമുനീശ്വരന്മാർ ചോദിച്ചു ഭക്ത്യാ പരമാത്മതത്വം. നിജാശ്രയം സൂരികൾ വാസുദേവനെന്നായി പുകഴ്ത്തും ഹരിയെ സദാവി ധ്യാനിക്കയാൽ മീലിതമാം സ്വനേത്രം അല്പം തുറന്നാൻ ഭഗവാൻ അനന്തൻ. നാനോപഹാരങ്ങൾ വരാർത്ഥമെങ്ങാനാഗാംഗനാകോടികൾ കാഴ്ചവയ്പ്പു. ആ പാദപീഠാബ്ജം ഋഷീന്ദ്രർ ഗംഗാനീരേറ്റുമീറഞ്ചിടയാൽ നനച്ചാർ. കിരീടഭാസ്വന്മണികോടി ദീപ്തഭണാസഹസ്രൻ ഭഗവാനെ ഭക്ത്യാ സ്ഖലത്സ്വരം തജ്ഞർ പുകഴ്ത്തിയപ്പോൾ ജ്ഞാനൈകരൂപൻ പരനാദിശേഷൻ നിവൃത്തിധർമ്മൈകരതൻ കുമാരനോടോതിപോൽ ഇപ്പുരു പുണ്യശാസ്ത്രം. ഹരേ ചോദിക്കവേ ചൊന്നിതവൻ വ്രതസ്ഥനായുള്ള സാഖ്യായനനോടു. പിന്നെ ബ്രഹ്മജ്ഞരിൽ ശ്രേഷ്ഠനവൻ തുടർന്നു സശിഷ്യനായുള്ള പരാശരനും ബൃഹസ്പതിക്കും ഭഗവത് വിഭൂതി വർണ്ണിച്ചുകൊണ്ടീ ഉപദേശമേകി. പിന്നെ പുലസ്ത്യാനുഗൃഹീതൻ അസ്മദാചാര്യരാ ശ്രേഷ്ഠതമം പുരാണം കഥിച്ചിതെന്നോടതു ഗാഠഭക്തി ശ്രദ്ധായുധൻ നിന്നോടു മോതിടാം ഞാൻ. നിരീഹനായ ആത്മസുഖത്തിൽ മുങ്ങിയൊട്ടുറങ്ങുവാനോർത്ത അഹിരാജശയ്യമേൽ പരാത്പരൻ കണ്ണുകൾ എന്നടച്ചുവോ ജഗത്തു സർവം ജലമഗ്നമായി തഥാ. സ്വകാലശക്തിക്കുയിരേകിയും കൊണ്ട് അഖണ്ഡ വിശ്വങ്ങളടക്കിയുള്ളിൽ സ്വസ്ഥാനമാം വാരിയിൽ വാണുരുദ്ധവീര്യം മരത്തിൽ ജ്വലനൻ കണക്കെ. ചതുര്യുഗം 4 സഹസ്രമപ്പിൽ ശയിക്കവേ സ്വേരിതകാലശക്തിയാ സൃഷ്ട്യാദി കർമ്മത്തിനൊരുങ്ങിയപ്പോൾ കണ്ടാൻ നിജാന്തർഗതമായ വിശ്വം. തന്നിൽ കിടക്കുന്ന സുസൂക്ഷ്മഭൂതവർഗം സ്വകാലേരിതമാം രജസാൽ സംക്ഷുബ്ധമായി അങ്കുരമെന്ന മട്ടിൽ തന്നാഭിഭേദിച്ചു പുറത്തു വന്നു. സ്വദീപ്തിയാൽ സൂര്യകരങ്ങളാൽ പോലക്കാരണാംഭസ്സിനെ ദീപ്തമാക്കി കർമ്മങ്ങളെ കാലമുണർത്തിയപ്പോൾ തജ്ജാതമാം താമരമൊട്ടു പൊങ്ങി. ഹരേ കടന്നു പിന്നീടഖിലാർത്ഥഭാക്കാമാലോകപത്മത്തിൽ അവൻ തദാനീം ഉണ്ടായി. സ്വയം വേദമയൻ വിധാതാവതിൽ സ്വയംഭൂവിധി വിഖ്യനായി. അത്താമരപ്പൂ നടുവിങ്കൽ വാണു നോക്കിയിടവേ മന്നത കണ്ടിടാതെ തന്നാലുപാടും ഗഗനത്തിൽ നേത്രം പായിക്കയാൽ 4 മുഖങ്ങളുണ്ടായി. യുഗാന്തവാദോത്തരളാബ്ധിയിങ്കലാലോകരൂപം ജലജത്തയാർന്നും തദ്രൂപവും തന്നെയുമാതിദേവനജന്നു നന്നായറിയാതെ വന്നു. ഇത്താമരത്താരിലെഴുന്ന ഞാനാര്? ഈ നീരിലെമ്മട്ടിതു മാത്രമുണ്ടായി. ആധാരമായി വല്ലതുമൊന്നു താഴത്തുണ്ടാവും, ഇല്ലാതെ ഇതേതിൽ നിൽക്കും എന്നോർത്തജൻ നീരലർ നാളെ നാടി വഴിക്കു തണ്ടിനടിയോളമെത്തി. തിരഞ്ഞു നീരിൽ പലവട്ടം ഒന്നും ആധാരമായി കണ്ടതുമില്ല ദേവൻ. ശ്രീവിഷ്ണു ചക്രപ്പടി ഏതു മർത്യന്മാർക്കൊക്കെ ഭീയേകിയണപ്പു മൃത്യു സ്വകാരണം തേടിയലഞ്ഞു തീർന്നിതാ നീണ്ട വർഷങ്ങളജൻ ഇരുട്ടിൽ. തൻ കാര്യമാവാതെ തിരിച്ചൊടുക്കം സ്വസ്ഥാനമാർന്നങ്ങനെ മെല്ലെ മെല്ലെ അടക്കി വായുക്കൾ ഒതുക്കി ചിത്തം സമാധിയോഗത്തിലിരുന്നു ദേവൻ. സംവത്സരം 100 കഴിഞ്ഞു ബോധമുണർന്ന നേരത്തതു നാൾ വരയ്ക്കും കാണാത്തൊര തത്വമജന്നു താനേ കാണായി.
അതുനാൾ വരേക്കും കാണാത്തൊര തത്വം അജന്നു താനേ കാണായി നിജാന്തർഹൃദയത്തിൽ മുറ്റും ഫണാതപത്രോജ്വലമൂർധ്വരത്നഹതാന്ധകാരം പ്രളയോദകത്തിൽ മൃണാളശുഭ്രായത ശേഷപര്യങ്കത്തിൽ തഥാ കണ്ടു പരമ്പുമാനേ ഹരേ. രത്നങ്ങൾ പൂഞ്ചോലകൾ കാട്ടുപൂക്കൾ വൃക്ഷാംഘ്രിയും പൊന്മുടി വേണുബാഹു സന്ധ്യാഭ്രവസ്ത്രങ്ങളുമാണ്ട പച്ചരത്നാദ്രിതൻ കാന്തിയ വെല്ലുവോനെ മൂലോകവും തന്നിലൊതുക്കുമാറു വിസ്താരവും ദൈർഘ്യവുമാർന്നമയും വിചിത്ര ദിവ്യാഭരണാംശുകങ്ങൾ കിരീടവും മറ്റുമെഴുമ്പുമാനെ അഭീഷ്ടസിദ്ധിക്കു വിശുദ്ധരായി പൂജിക്കുവോർക്കിഷ്ടവരം കൊടുക്കാൻ നഖേന്ദുബദ്ധാങ്കുലിപത്രമാണ്ട നിജാഘ്രിപത്മത്തെ ഉയർത്തിവെച്ചും ലോകാർത്തി പോക്കും മൃദുഹാസം ഉദ്യൽക്കർണാവതം സംഭൃഗുടീ വിലാസം ബിംബാധരോഷ്ടം തിലനാസയേവമാനന്ദതം നന്മുഖമാവഹിച്ചും കടമ്പുപൂവല്ലി കണക്കു പീതമ്പൂഞ്ചേലയും പൊന്നരഞ്ഞാണുമാർന്നും ശ്രീവത്സവക്ഷസ്ഥലശോഭിയായ തൂമുത്തുമാലാരുചിരാഭപൂണ്ടും വിശിഷ്ടകേയൂരസുരത്ന ശോഭാപരീത ദുർദണ്ഡ സഹസ്രശാഖം അവ്യക്തമൂലം ഫണിരാജശോഭിസ്കന്ധം ത്രിലോകീതരുരത്നമായും ചരാചരാവാസമഹീന്ദ്രമിത്രം കിരീടസാഹസ്രസുവർണശീർഷം ജലോപഗൂഢം മണികൗസ്തുഭാന്തശോഭം മഹൈശ്വര്യമഹീന്ദ്രമായും സൂര്യാനിലാദ്യർക്കും അഗമ്യനായും ശംഖാബ്ജചക്രാധിപരീതനായും വേദദ്വിരേഭം വനമാലയെത്താൻ യശസ്സുപോൽ ജ്ഞാത്തിയുമത്ര കണ്ടാൻ. ഹരേ നാരായണ തന്നെയുമാ നാഭിസരസരോജത്തെയും ജലം വായുവിയത്തുമൊപ്പം കണ്ടാനജൻ ലോകവിസർഗതാൽപര്യത്തോടെ കണ്ടില്ലപരത്തെയെങ്ങും സർവത്തിനും കാരണമിത്രതാനെന്നുറച്ചു സൃഷ്ടിന്മുഖനായി രജസാൽ അവ്യക്തവർമാവനെയുമോർത്തു വാഴ്ത്തിയിടിനാനീ വിധം അബ്ജയോനി. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 8-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ.